മാർത്തോമ വാഴുന്ന നാട്ടിൽ നിന്നും വൻകര തോറും തീ കത്തിപ്പടരട്ടെ. ഹോളി ഫയർ brought to the height with the Holy Spirit. Holy fire brought to the height with the Holy Spirit. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദൈവവചനത്തിന്റെ തീമഴ എന്നുള്ള ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം ഈശോ എന്താണ് ഈ കേൾക്കുന്ന മക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് അറിയാനായിട്ട് ഞാൻ വചനം എടുത്തപ്പോൾ സങ്കീർത്തനം 150 വചനമാണ് എനിക്ക് കിട്ടിയത്. 150-ാം അധ്യായം. കർത്താവിനെ സ്തുതിക്കുവിൻ, ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. ഈ വചനം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വചനമാണ്. കർത്താവിനെ നിരന്തരം സ്തുതിക്കുന്നത്, അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് ഏറ്റവും അനുഗ്രഹപ്രദമായിട്ടുള്ള കാര്യം. കാരണം നമ്മൾ ആശ്രയിക്കുന്ന ദൈവത്തെ നമ്മൾ സ്തുതിക്കുമ്പോൾ അവിടുത്തെ ശക്തി നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. അവിടുത്തെ സാന്നിധ്യം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരും. ഞാൻ ആയിരിക്കുന്ന ഇടം വിശുദ്ധീകരിക്കപ്പെടും. അവിടെയുള്ള കെട്ടുകൾ, അവിടെയുള്ള ബന്ധനങ്ങൾ ഇതെല്ലാം തകർക്കപ്പെടുന്ന അവസ്ഥ അവിടെ ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തില് കർത്താവ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ഇറങ്ങി വരാനുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയാണിത്. നമ്മൾ ഓരോ ദിവസവും കർത്താവിനോട് ചേർന്ന് നടക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണിത്. കാരണം ഓരോ ദിവസവും ഞാൻ കർത്താവിനെ സ്തുതിക്കുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിന്റെ സാന്നിധ്യം എന്റെയും നിങ്ങളുടെയും ഇടയിലേക്ക് അതിശക്തമായിട്ട് ഇറങ്ങി വരും. അപ്പോൾ ഞാൻ പാപം ചെയ്ത് എന്നിലേക്ക് കടന്നു വന്നിരിക്കുന്ന കെട്ടുകൾ, എന്നിലേക്ക് കടന്നു വന്നിരിക്കുന്ന ബന്ധനങ്ങൾ, ഇതെല്ലാം അഴിഞ്ഞു പോകുന്ന സമയമാണ്. നമ്മൾ എത്ര സ്തുതിച്ചാലും പരിധിയിലെത്തുകയില്ല എന്നാണ് സങ്കീർത്തകൻ നമ്മോട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. കാരണം നമ്മൾ ആശ്രയിക്കുന്ന ദൈവത്തെ നമ്മൾ സ്തുതിക്കുമ്പോൾ അതിന്റെ അനുഗ്രഹം, അതിന്റെ പ്രയോജനം എനിക്ക് മാത്രമാണ്. കർത്താവിന്റെ അവസ്ഥയ്ക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. ഞാൻ കർത്താവിനെ സ്തുതിക്കുമ്പോൾ അവിടുത്തെ മഹത്വത്തിന് യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല. എന്നാൽ ഞാനും നിങ്ങളും സ്നേഹത്തോടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടുകൂടി നാം കർത്താവിനെ സ്തുതിക്കുമ്പോൾ അവിടുത്തെ ശക്തി, അവിടുത്തെ കൃപ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരും. അങ്ങനെ ചെയ്യുമ്പോൾ എന്റെ രോഗത്തിന്റെ അവസ്ഥകളില് മാറ്റം വരും. എന്റെ ജീവിതത്തില് പ്രത്യാശയുണ്ടാകും. എന്റെ ജീവിതത്തില് സമാധാനം കടന്നു വരും. അപ്പോൾ ഓരോ ദിവസവും എനിക്ക് എത്രത്തോളം കർത്താവിനെ സ്തുതിക്കാനായിട്ട് സാധിക്കുന്നുവോ അത്രത്തോളം ഞാൻ കർത്താവിനെ പരമാവധി സ്തുതിക്കാനായിട്ട് പരിശ്രമിക്കണം. കർത്താവായ ദൈവം നമ്മെ ഓരോരുത്തരെയും അതിനായിട്ട് കൃപ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം നമുക്ക് ഏത് നല്ല പ്രവൃത്തി ചെയ്യണമെങ്കിലും ഈശോയുടെ കൃപ നമുക്ക് ധാരാളമായിട്ട് ആവശ്യമുണ്ട്. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. യോഹന്നാൻ 5:5 വചനത്തിലൂടെ കർത്താവ് നമ്മോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് തന്നെയായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, അത് പാപമാണ്. എന്നാൽ കർത്താവിനോട് ചേർന്ന് ചെയ്യുന്ന ഏത് പ്രവൃത്തിയും അത് വലിയ അനുഗ്രഹമായിട്ട്, വലിയ നന്മയായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. കർത്താവായ ദൈവം നമ്മളെ ഓരോരുത്തരെയും അതിനായിട്ട് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വചനങ്ങൾ ഞാൻ ചുരുക്കുകയാണ്. Holy fire brought to the height with the Holy Spirit.